ഏവർക്കും നമസ്കാരം. എക്സലന്റ് എഡ്യൂക്കേഷൻ മീഡിയയുടെ രസതന്ത്രം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ്റത്തിനെ കുറിച്ച്, അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയുണ്ടായി. നമുക്കപ്പോൾ അതിന്റെ ബാക്കി ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ആറ്റം എന്ന് പറയുന്നത് ഏതൊരു പദാർത്ഥത്തിന്റെയും രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ്. ഏതൊരു പദാർത്ഥത്തിന്റെയും രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് നമ്മൾ പഠിച്ചു. വേറൊരു കാര്യം കൂടെ പഠിച്ചു. എന്താണ്? ഗ്രീക്ക് പദമായ അറ്റമോസ്. എന്താണ്? ഗ്രീക്ക് പദമായ അറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം എന്ന നാമം വന്നിട്ടുള്ളത്. ഗ്രീക്ക് പദമായ അറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം വന്നിട്ടുള്ളത്. അറ്റമോസ് എന്ന വാക്കിന്റെ അർത്ഥം, ഗ്രീക്ക് പദമാണ് അറ്റമോസ്, അതിൽ നിന്നാണ് ആറ്റം എടുത്തിട്ടുള്ളത്. അറ്റമോസ് എന്ന വാക്കിന്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. അറ്റമോസ് എന്ന വാക്കിന്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. എങ്കിലും ഒരു കാര്യം കൺഫ്യൂഷൻ ആവരുത്, ആറ്റത്തെ നമുക്ക് വിഭജിക്കാൻ കഴിയും. ആറ്റത്തെ നമുക്ക് ഇനിയും വിഭജിക്കാൻ കഴിയും. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിങ്ങനെ മൂന്നായിട്ട്, അതിനും ശേഷം സബ് അറ്റോമിക് കണികകളായിട്ട് 200-ലേറെ സബ് അറ്റോമിക് കണികകളുണ്ട്. നമുക്കതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പേരിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എഴുതേക്കോളൂ. അപ്പോൾ നമ്മൾ പഠിച്ചത് ഗ്രീക്ക് പദമായ അറ്റമോസിൽ നിന്നാണ് ആറ്റം എന്ന പദം സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തതെന്നാണ്. ഇനി ആറ്റം കണ്ടുപിടിക്കുന്നത് ജോൺ ഡാൽട്ടൺ ആണ്. ഇതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ട വേറൊരു സംഭവമാണ് അറ്റോമിക സിദ്ധാന്തം അല്ലെങ്കിൽ അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ജോൺ ഡാൽട്ടൺ ആണ്. അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ആറ്റം കണ്ടുപിടിച്ച ജോൺ ഡാൽട്ടൺ ആണ്. അത് 1808 എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി 1808 എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്തത്. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫിയുടെ മലയാള പദമാണ് രസതന്ത്ര ദർശനത്തിലെ ഒരു പുതിയ സമ്പ്രദായം. 1808 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിലൂടെയാണ് അറ്റോമിക സിദ്ധാന്തം നമുക്ക് വെളിപ്പെടുന്നത്. അറ്റോമിക സിദ്ധാന്തം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജോൺ ഡാൽട്ടന്റെ അറ്റോമിക് തിയറിയിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. അല്ലെങ്കിൽ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയുന്നതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംഭവമാണെന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ഏത് എലമെന്റ് ആയാലും, ഏത് കോമ്പൗണ്ട് ആയാലും, എന്ത് സബ്സ്റ്റൻസ് ആയാലും അതിന്റെ ഏറ്റവും ബേസിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും ടൈനി പാർട്ടിക്കിൾ, ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് എന്താണ്? ആറ്റം ആണെന്നാണ് പറയുന്നത്. ദെൻ ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ. അതായത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ആറ്റത്തെ നമുക്ക് വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത ഒരു പദാർത്ഥമാണ് എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. അടുത്ത് ആറ്റംസ് ക്യാൻ neither be created nor be destroyed during a chemical reaction. ഏതെങ്കിലും ഒരു രാസ പ്രക്രിയ നടക്കുന്ന സമയത്ത് നമുക്കൊരു പുതിയ ആറ്റത്തെ സൃഷ്ടിക്കാനോ ഒരു ആറ്റത്തെ നശിപ്പിക്കുവാനോ സാധിക്കില്ല. പിന്നെ എന്തായിരിക്കും സാധിക്കുക? ഇറ്റ് can only change from one form to another. അതിന് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് ആക്കി മാറ്റാൻ സാധിക്കും. പക്ഷെ ഏതൊരു രാസപ്രക്രിയയിലൂടെ ആയാലും അല്ലെങ്കിൽ എന്തിലൂടെ ആയാലും ആറ്റത്തെ ഇറ്റ് ക്യാൻ ബി നെയ്തർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അതിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കില്ല, അതായത് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കില്ല, നശിപ്പിക്കുവാനും സാധിക്കുകയില്ല. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവ് സെയിം പ്രോപ്പർട്ടി. അതായത് ഒരു മൂലകത്തിലെ ആറ്റത്തിനെല്ലാം എന്താണ്? ഒരേ പ്രത്യേകതകളാണ്. അത് വലിപ്പത്തിലായാലും മാസിലായാലും പിണ്ഡത്തിലായാലും എല്ലാം അത് ഒരേ സ്വഭാവം കാണിക്കുന്നു. ഒരേ എലമെന്റിൽ, അതായത് നമ്മളിപ്പോൾ ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജനിലെ ഏതൊരു ആറ്റത്തിനും ഒരേ സ്വഭാവമായിരിക്കും. അതായത് അതിന്റെ വലിപ്പത്തിലായാലും അതിന്റെ മാസിലായാലും പിണ്ഡത്തിലായാലും എന്താണ്? ഒരേ സ്വഭാവമായിരിക്കും. അപ്പോൾ അടുത്ത പോയിന്റ് ജോൺ ഡാൽട്ടൺ പ്രപ്പോസ് ചെയ്ത അറ്റോമിക് തിയറിയിലെ അടുത്ത പോയിന്റ് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. എന്താണ്? ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് ഹാവ് ഡിഫറെന്റ് പ്രോപ്പർട്ടി. വ്യത്യസ്ത മൂലകങ്ങളിലെ ആറ്റങ്ങൾക്ക് എന്തായിരിക്കും? വ്യത്യസ്ത പ്രോപ്പർട്ടി ആയിരിക്കും. അതിന്റെ വലിപ്പത്തിൽ വ്യത്യാസം കാണും, അതിന്റെ മാസിൽ വ്യത്യാസം കാണും, അങ്ങനെ. Then compounds are formed when atoms of different elements combine in a simple ratio. ഇനി നമുക്കറിയാം ഇലമെന്റുകൾ കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്? കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത്.
അപ്പോൾ ഇവ ഒരു ചെറിയ റേഷ്യോയിൽ, സിമ്പിൾ റേഷ്യോയിൽ കൂടി ചേരുമ്പോഴാണ് എന്ത് സൃഷ്ടിക്കപ്പെടുക? കോമ്പൗണ്ട് സൃഷ്ടിക്കപ്പെടുക. അതായത് രണ്ടോ അതിലധികമോ മൂലകങ്ങൾ, ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അറ്റോമിക് തിയറി, ജോൺ ഡാൽട്ടൺ പ്രപ്പോസ് ചെയ്ത അറ്റോമിക് തിയറിയിലെ പോയിന്റ്സ് എല്ലാം നമുക്ക് ഒന്നുകൂടെ നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റങ്ങളുടെ പുനഃക്രമീകരണം നടക്കുന്നു. ഒരു രാസപ്രവർത്തനത്തിൽ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസുമുള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. എന്തുണ്ടാകുന്നത്? സംയുക്തങ്ങൾ. ഇനി ഇതിന്റെ കൂടെ തന്നെ പഠിച്ചിരിക്കേണ്ട, അതായത് അറ്റോമിക് തിയറി പഠിച്ചു കഴിഞ്ഞാൽ ആറ്റത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ ആറ്റത്തിന്റെ ഒരു ബേസിക് സംഭവങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ AMU അല്ലെങ്കിൽ അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാം. AMU അഥവാ അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് കണ്ടോ, AMU എല്ലാം സ്മോൾ ലെറ്റർ ആണ്. AMU അഥവാ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായി നമുക്ക് പറയാം കാർബണിന്റെ മാസിന്റെ, അതായത് ഒരു കാർബൺ ആറ്റത്തിന്റെ 1 കാർബൺ ആറ്റത്തിന്റെ മാസ് ഉണ്ടല്ലോ, 1 കാർബൺ ആറ്റത്തിന്റെ മാസിന്റെ 1/12 ആണ്. 1/12 ഓഫ് മാസ് ഓഫ് കാർബൺ ആറ്റത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് AMU അഥവാ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. 1/12 ഓഫ് മാസ് ഓഫ് 1 കാർബൺ ആറ്റം ആണ്. AMUന്റെ വാല്യൂ എന്ന് പറയുന്നത്, AMU വാല്യൂ ഇസ് ഈക്വൽ ടു 1.66056 into 10⁻⁻24 ആണ്. ഒന്ന് കാണിക്കാം. 1 AMU is equal to 1.66056 into 10⁻⁻24. 10⁻⁻24 ആണ്, അത് മറക്കരുത്. -24 ആണ്. 10⁻⁻24 ഗ്രാം. കാരണം അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലേ, മാസ് യൂണിറ്റ്. അപ്പൊ മാസിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ഗ്രാം തന്നെയാണ്. അത് തന്നെയാണ് AMUന്റെ അല്ലെങ്കിൽ അറ്റോമിക് മാസ് യൂണിറ്റിന്റെയും യൂണിറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഗ്രാം തന്നെയാണ്. 1 AMU is equal to 1.66056 into 10⁻⁻24 ഗ്രാം ആണ്. അല്ലെങ്കിൽ AMU എന്ന് പറയുന്നത് ഒരു കാർബൺ ആറ്റത്തിന്റെ 1/12 മാസ് ആണ്. 1/12 മാസ് ഓഫ് 1 കാർബൺ ആറ്റം ആണ് 1 AMU എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ജോൺ ഡാൽട്ടന്റെ അറ്റോമിക് തിയറി. ജോൺ ഡാൽട്ടന്റെ അറ്റോമിക് തിയറിയിൽ പറയുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹം 1808 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇത് നമ്മുടെ അറ്റോമിക് തിയറിയുടെ ഏറ്റവും ഒരു ബേസിക് സ്ട്രക്ചർ ആയിട്ട് നമ്മൾ ഇന്നും പഠിച്ചു പോരുന്ന സംഭവമാണ് എന്ത് അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റോമിക് തിയറി 3 ലോസിനെ, 3 നിയമങ്ങൾ ഇത് തെളിവാക്കപ്പെടുന്നു. അതായത് ഈ 3 ലോ ഒബേ ചെയ്യുന്നു, അനുസരിക്കുന്നു. അപ്പോൾ ആ 3 നിയമങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ്രവ്യ സംരക്ഷണ നിയമം, അതായത് നമ്മൾ ജോൺ ഡാൽട്ടൺ പ്രപ്പോസ് ചെയ്ത അറ്റോമിക് തിയറി ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ പാലിക്കുന്ന 3 ലോസ് ആണ്, 3 വേറെ ലോസ് ആണ്. ഒന്ന് ദ്രവ്യ സംരക്ഷണ നിയമം, സ്ഥിരാനുപാത നിയമം, ബഹു അനുപാത നിയമം. ഇതില് ദ്രവ്യ സംരക്ഷണ നിയമം വരുന്നത് ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെയാണ് ദ്രവ്യ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഇനി സ്ഥിരാനുപാത നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ഇതിൽ നമുക്കറിയാം ദ്രവ്യ സംരക്ഷണ നിയമം പ്രപ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് അന്റോണിയോ ലാവോസ്ഫിയർ ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. അന്റോണിയോ ലാവോസ്ഫിയർ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കൊണ്ടുവരുന്നത്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ജോസഫ് പ്രൗസ്റ്റ് ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ സ്ഥിരാനുപാത നിയമം കണ്ടുപിടിക്കുന്നത് ജോസഫ് പ്രൗസ്റ്റ് ആണ്. ദ്രവ്യ സംരക്ഷണ നിയമം കണ്ടുപിടിക്കുന്നത് അന്റോണിയോ ലാവോസ്ഫിയർ ആണ്. ഇനി ബഹു അനുപാത നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പ്രപ്പോസ് ചെയ്യുന്നത് ജോൺ ഡാൽട്ടൺ തന്നെയാണ്.
അപ്പോൾ ഈ 3 ലോസിനെയും എന്ത് ഒബൈ ചെയ്യുന്നു? അറ്റോമിക് തിയറി ഒബൈ ചെയ്യുന്നു. അത് തന്നെയാണ് ഇതിന്റെ വലിയൊരു വിജയം. ഇനി നമുക്ക് ഈ ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ദ്രവ്യ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിലെ എനർജിയുടെ ഒരു മാസ്, എനർജിക്ക് പകരം മാസ് വരുന്ന ഒരു സെയിം സംഭവം തന്നെയാണ് എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അഥവാ ദ്രവ്യ സംരക്ഷണ നിയമം. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താണ് പറയുന്നത്? ദ്രവ്യം നശിപ്പിക്കാനോ നിർമ്മിക്കാനോ സാധിക്കുകയില്ല. എന്താണ്? ദ്രവ്യം നശിപ്പിക്കാനോ നിർമ്മിക്കാനോ സാധിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു രാസപ്രക്രിയ നടക്കുമ്പോൾ ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഒരു മാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സൃഷ്ടിക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. നമ്മൾ ഫിസിക്സിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിക്കുന്നുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിലും ഈ സെയിം സംഭവം തന്നെയാണ് പഠിക്കുന്നതാണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോം ഇൻ ടു വൺ ഫോം ടു അനദർ എന്ന് തന്നെയാണ് അവിടെയും പഠിക്കുന്നത്. അതിന് പകരം ഇവിടെ എന്ത് വന്നതേ ഉള്ളൂ? മാസ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അടുത്ത് നമ്മൾ പഠിച്ചത് ഏതാണ്? സ്ഥിരാനുപാത നിയമം അഥവാ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത സംയുക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ അനുപാതം എപ്പോഴും സ്ഥിരമായിരിക്കും. എന്താണ്? ഒരു നിശ്ചിത സംയുക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ അനുപാതം എപ്പോഴും സ്ഥിരമായിരിക്കും. ഏറ്റവും സിമ്പിളായിട്ട് പറയാം, അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എ ഗിവൺ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് ഓൾവേസ് ദ സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെന്റ് ബൈ ഇറ്റ്സ് വെയിറ്റ് എന്നാണ്. ഇത് നോക്കോളൂ, നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കോമ്പൗണ്ടാണ് ഇത് H2 അഥവാ വാട്ടർ. H2O, ഹൈഡ്രജൻ എന്ന എലമെന്റും ഓക്സിജൻ എന്ന എലമെന്റും കൂടി ചേർന്നാണ് H2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1 ആണ്. അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് 1. അങ്ങനെ നമുക്ക് എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ അറ്റോമിക് മാസ് എത്രയായിരിക്കും? 1 + 1 2. ഇനി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇതിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് ഉണ്ടായല്ലോ. അപ്പോൾ ആ കോമ്പൗണ്ട് ഉണ്ടായ എലമെന്റുകളുടെ വെയിറ്റ്, അതായത് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്, ഈ കൂടിച്ചേർന്നിരിക്കുന്ന എലമെന്റുകളുടെ വെയിറ്റ് എന്ന് പറയുന്നത് സെയിം പ്രൊപ്പോർഷനിലായിരിക്കും, അല്ലെങ്കിൽ സെയിം റേഷ്യോയിലായിരിക്കും എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹൈഡ്രജൻ 2 ഉണ്ട്. ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. ഓക്സിജൻ അറ്റോമിക് 16 ആണ്. ഇത് എപ്പോഴും തെറ്റിപ്പോകുന്നതാണ്. അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ, അതായത് നമ്മുടെ പീരിയോഡിക് ടേബിൾ അനുസരിച്ച് അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ 8 ആണ്. അറ്റോമിക് നമ്പർ ആണെന്ന് 8. അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ is 8. അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ is equal to 16. ഡബിൾ ആണ്. അറ്റോമിക് മാസ് ഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എത്രയുള്ളൂ? ഒരു ഓക്സിജൻ. അപ്പോൾ അതിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. അപ്പോൾ അതിന്റെ റേഷ്യോ എത്രയാണ്? 2:16 ആണ്. 2:16 നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റും. എത്രയാണ്? 2:16 is equal to എത്ര വരും? 1:8 അല്ലേ? 1:8 എന്ന് പറയുന്നത് സിമ്പിൾ റേഷ്യോ. നോക്കോ, ഞാൻ ഇവിടെ ഇപ്പൊ നമുക്കിവിടെ എടുത്തിരിക്കുന്നത് ഒരു മോളിക്യൂൾ ഓഫ് H2O ആണ്. ഒരു മോളിക്യൂൾ എന്തുള്ളൂ? H2O. ഇനി ഇവിടെ ഞാൻ 2 മോളിക്യൂൾ ആക്കിയാലും 3 മോളിക്യൂൾ ആക്കിയാലും 6 മോളിക്യൂൾ ആക്കിയാലും, അപ്പോൾ നോക്കിക്കോളൂ, ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് 2 മോളിക്യൂൾ H2 എടുക്കുകയാണ്. 2 മോളിക്യൂൾ H2 ആകുമ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ഹൈഡ്രജൻ ആയി? 2 × 2 4 ഹൈഡ്രജൻ ആയി. എത്ര ഓക്സിജൻ ഉണ്ട്? ഇപ്പോൾ 2 × 1 2 ഓക്സിജനും ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ 4 ഹൈഡ്രജൻ എലമെന്റ്, അപ്പോൾ 4 ആയി. അപ്പോൾ അതിന്റെ മാസ് എത്രയായിട്ട് മാറും? 4 ആയിട്ട് മാറും. അറ്റോമിക് മാസ് ഇപ്പൊ എത്രയായി? 4 ആയി. കാരണം 4 ഹൈഡ്രജൻ എലമെന്റ് ഉണ്ട്. അപ്പൊ അറ്റോമിക് മാസ് 1 ആണ്. അപ്പൊ അത് 4 പ്രാവശ്യം ആയിരുന്നു. 1 + 1 + 1 is equal to 4. 4:2. ഇപ്പൊ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട് അല്ലേ? 2 ഓക്സിജൻ ഉണ്ട്. ഒരെണ്ണത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. അപ്പൊ 2 ആവുമ്പോൾ എത്രയാവും? 16 + 16 is equal to 32. അപ്പൊ നമുക്ക് എന്തായി? 4:32 എന്നായി. 4:32 എന്നായി ഇതിന്റെ റേഷ്യോ. ഇന്ന് നോക്കിക്കോളൂ, 4:32 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, റേഷ്യോ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെയാണ് കിട്ടുന്നത്? 2. സിംപ്ലിഫൈ ചെയ്യാം. 2:32 ഡിവൈഡഡ് ബൈ 2 is equal to 16. അപ്പോൾ 2:16. 2:16 വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1:8. ഈ 1:8 തന്നെയാണല്ലോ ഇവിടെ കിട്ടിയത്. അതായത്
ഇത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെഫിനറ്റ് പ്രൊപ്പോർഷനിൽ പറയുന്നത്. രണ്ട് ഇലമെന്റുകൾ തമ്മിൽ, രണ്ട് ഇലമെന്റുകൾ അതായത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കൂടിച്ചേർന്ന് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അവർ തമ്മിൽ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ആ വെയിറ്റിന്റെ പ്രൊപ്പോർഷൻ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ ഇലമെന്റുകളുടെ വെയിറ്റിന്റെ പ്രൊപ്പോർഷൻ വിൽ ഓൾവേസ് ബി സെയിം. ഇപ്പൊ ഞാനിവിടെ ഒരു 100 എടുത്താലും 150 എടുത്താലും അവസാന റേഷ്യോ എത്ര തന്നെ എനിക്ക് കിട്ടും? 1:8. 1:8 എന്നൊരു റേഷ്യോ തന്നെ കിട്ടും. ഇതാണ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അഥവാ സ്ഥിരാനുപാത നിയമം പറയുന്നത് ഒരു നിശ്ചിത സംയുക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിലെ അനുപാതം എപ്പോഴും സ്ഥിരമായിരിക്കും. ഓക്കെ, ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഹു അനുപാത നിയമം. ബഹു അനുപാത നിയമം അഥവാ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ മനസ്സിലായാൽ വളരെ എളുപ്പമാണിത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത് രണ്ട് മൂലകങ്ങൾ കൂടിച്ചേർന്ന്, അതായത് 2 elements combined together, രണ്ട് മൂലകങ്ങൾ കൂടിച്ചേർന്ന് ഒന്നിലധികം സംയുക്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരു മൂലകത്തിന്റെ ഒരു നിശ്ചിത മാസുമായി ചേരുന്ന രണ്ടാമത്തെ മൂലകത്തിന്റെ മാസുകൾ ഒരു ലഘു പൂർണ്ണസംഖ്യാനുപാതത്തിലായിരിക്കും. അതായത് വേറൊന്നുമില്ല, if two elements combine together to form more than one compound with a fixed mass, then they are in the ratio of small whole numbers. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ നോക്കിക്കോളൂ, നമുക്കറിയാം കാർബൺ ആൻഡ് ഓക്സിജൻ. കാർബൺ ഒരു എലമെന്റ് ആണ്, ഓക്സിജൻ വേറൊരു എലമെന്റ് ആണ്. കാർബണും അതാണ് നമ്മൾ പറയുന്നത് if 2 elements combine to form more than one compound. ഇവർ തമ്മിൽ, രണ്ട് ഇലമെന്റുകൾ തമ്മിൽ കൂടിച്ചേർന്നാൽ നമുക്കറിയാം എന്തവിടെ ഉണ്ടാകും? ഒരു കോമ്പൗണ്ട് ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് ഇലമെന്റ് കാർബണും ഓക്സിജനും കൂടിച്ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? കാർബൺ മോണോക്സൈഡ് കിട്ടും. അതായത് CO എന്ന് പറയുന്ന കാർബൺ മോണോക്സൈഡ് കോമ്പൗണ്ട് കിട്ടും. എന്നാലും ആലോചിച്ച് നോക്കൂ, കാർബണും ഓക്സിജനും കൂടി ചേർന്നാൽ കാർബൺ മോണോക്സൈഡ് കിട്ടും. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ, കാർബൺ മോണോക്സൈഡ് മാത്രമാണോ കിട്ടുന്നത്? അല്ല, കാർബണും ഓക്സിജനും കൂടി ചേർന്ന് തന്നെയാണ് എന്ത് നമുക്ക് ലഭിക്കുന്നത്? കാർബൺ ഡയോക്സൈഡും കിട്ടുന്നത്, അല്ലേ? അവിടെ വ്യത്യാസം എന്താണ്? ഒരു കാർബണും 2 ഓക്സിജനും, അല്ലേ? 2 elements of oxygen കൂടി ചേർന്നാണ് CO2 അഥവാ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത്, അല്ലെ? അപ്പൊ സെയിം എലമെന്റ്സിൽ നിന്ന്, കാർബൺ ആൻഡ് ഓക്സിജൻ എന്ന് പറയുന്ന സെയിം എലമെന്റ്സിൽ നിന്ന് നമുക്ക് 2 കോമ്പൗണ്ട് കിട്ടി. ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പോ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ലോ എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ കാർബൺ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. 2 കോമ്പൗണ്ടിൽ കാർബൺ മോണോക്സൈഡ് ആയാലും കാർബൺ ഡയോക്സൈഡ് ആയാലും കാർബൺ എണ്ണം എത്ര തന്നെയാണ്? 1, അല്ലെ? ഒരു കാർബൺ. വ്യത്യാസം എന്തിലാണ്? The change comes in the number of oxygen atom. ഇവിടെ എത്രയാണ്? ഇവിടെ 1 ഓക്സിജൻ ആണ്, എന്നാൽ ഇവിടെ എത്രയാണ്? 2 ഓക്സിജൻ ആണ്. ഇപ്പൊ നോക്കൂ, ഈ കാർബൺ 2 ഒന്നല്ലേ? രണ്ടും സെയിം നമ്പർ ആണ്. ഇതാണ് പറയുന്നത് ഫിക്സഡ് നമ്പർ. ഓക്കെ, ഫിക്സഡ്. ഒരു എലമെന്റ് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഇവിടെ ഫിക്സഡ് ആയിരിക്കുന്നത് കാർബൺ ആണ്. അപ്പോൾ ഈ ഫിക്സഡ് ആയിരിക്കുന്ന ഈ എലമെന്റിന്റെ കൂടെ കൂടിച്ചേരുന്ന, അതായത് ഓക്സിജന്റെ റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഇതിന്റെ 2ന്റെ റേഷ്യോ ആണ് ഞാൻ എടുക്കുന്നത്. കാർബൺ ഫിക്സഡ് ആണ്, നമ്മൾ കാർബൺ എടുക്കുന്നില്ല. ഓക്സിജൻ എത്രയുണ്ട്? ഇവിടെ 1. ഇവിടെയാണെങ്കിലോ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് വിൽ ഗീവ് us 1:2, അല്ലേ? 1:2 എന്ന് നമുക്ക് ലഭിക്കും. അപ്പൊ എത്ര കാർബൺ ഡയോക്സൈഡ് എത്ര എടുത്താലും കാർബൺ മോണോക്സൈഡ് എത്രയായാലും ഇതിൽ ഓക്സിജന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 1:2 തന്നെയായിരിക്കും. ഇതാണ് എന്തിൽ പറയുന്നത്? ലോ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അഥവാ ബഹു അനുപാത നിയമം. ബഹു അനുപാത നിയമം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഈ നിയമപ്രകാരം 2 മൂലകങ്ങൾ കൂടിച്ചേർന്ന്, 2 ഇലമെന്റ്സ് കൂടിച്ചേർന്ന് ഒന്നിലധികം സംയുക്തങ്ങൾ, ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ ഒരു മൂലകത്തിന്റെ ഒരു നിശ്ചിത മാസുമായി, അതായത് ഇവിടെ കാർബൺ ആണ്, കാർബണിന്റെ നിശ്ചിത മാസുമായി ചേരുന്ന രണ്ടാമത്തെ മൂലകത്തിന്റെ മാസ്, രണ്ടാമത്തെ മൂലകം ഏതാണ്? ഇവിടെ ഓക്സിജന്റെ മാസ് ഒരു ലഘുപൂർണ്ണ സംഖ്യാനുപാതത്തിലായിരിക്കും. അറിയാലോ, ലഘുപൂർണ്ണ സംഖ്യ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. 1:2 എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ഹോൾ നമ്പർ റേഷ്യോ തന്നെയാണ്. അപ്പോൾ ഈ 3 ഗ്യാസ് ലോസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ 3 ഗ്യാസ് ലോസ് നമ്മൾ പഠിച്ചത്, ഈ 3 ലോസ് നമ്മൾ പഠിച്ചത് എന്തിനു വേണ്ടിയാണ്? അറ്റോമിക് തിയറി ഒബേ ചെയ്യുന്ന, അല്ലെങ്കിൽ അറ്റോമിക് തിയറി ഈ 3 ലോസിനെയും ഒബേ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ നോക്കിയത്. ഒരു കാര്യം മറക്കരുത്, ഇത് ആരൊക്കെയാണ് കണ്ടുപിടിച്ചത് എന്ന് മറക്കരുത്. ഇത് ഏതൊക്കെയാണ് നിയമങ്ങൾ, ആ നിയമങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി.
ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒരാറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണികകളെയാണ് എന്ന് പറയുന്നത് ന്യൂട്രോണുകൾ എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ പ്രോട്ടോൺ എന്ന് പറയും, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ, ആൻഡ് ചാർജ്ലെസ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത കണികയാണെന്ന് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഇനി ആറ്റം ഇസ് ഓൾസോ ന്യൂട്രൽ. എന്താണ് ആറ്റവും എന്താണ് ന്യൂട്രലാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് പറയാം. നമുക്കറിയാം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്, ന്യൂട്രോൺസ് ചാർജ്ലെസ് സബ്സ്റ്റൻസ്. പക്ഷേ ഈ നെഗറ്റീവ് ചാർജും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച തന്നെയാണ്, നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും എന്താണ് തുല്യമാണ്. ഒരു ഇലമെന്റ് ഞാനിപ്പോൾ ബെറിലിയം അറ്റോമിക് നമ്പർ 4 ആണ്. അപ്പോൾ അതിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺ കാണും? 4 നമ്പർ ഓഫ് ഇലക്ട്രോൺ കാണും അല്ലേ. ബെറിലിയത്തിൽ 4 ഇലക്ട്രോണും 4 പ്രോട്ടോണും കാണും. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ. വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം, വിച്ച് ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അതുകൊണ്ട് തന്നെ ആറ്റം ഇസ് ഓൾവേസ് ന്യൂട്രൽ. ഇലക്ട്രോണും നെഗറ്റീവ് പോസിറ്റീവിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ ആറ്റം ഇസ് ഓൾവേസ് ന്യൂട്രൽ. അതുകൊണ്ടാണ് എന്ത് നമ്മുടെ ചെറിയ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ കസേര, മേശ ഇവയെല്ലാം ആറ്റം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഡയറക്റ്റ് ആയിട്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്തതിൻ്റെ റീസൺ ആണിത്. എന്ത് ആറ്റം ഇസ് ന്യൂട്രൽ. ഓക്കെ. ഇനി ആറ്റത്തിന് ചാർജ് ലഭിക്കുന്ന, ആറ്റം ന്യൂട്രൽ ആണ്, എന്നാൽ ആറ്റത്തിന് ചാർജ് ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആറ്റത്തിന് പ്ലാസ്മ സ്റ്റേജ്, നമ്മൾ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചിട്ടുണ്ട് അല്ലെ, സോളിഡ് ലിക്വിഡ് ഗ്യാസ്. ഇതല്ലാതെ 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് ഏത്? പ്ലാസ്മ. ഈ പ്ലാസ്മ അവസ്ഥയിൽ എന്ത് ലഭിക്കും? ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഒരാറ്റത്തിലെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏത് പറയാം? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ.